സ്ഥലം മഹാരാഷ്ട്രയിലെ കാമരാജ് നഗർ. 4 മാസം മുമ്പാണ് 40-കാരനായ സഞ്ജയ്ക്കും ഭാര്യ ശൈലജയ്ക്കും മൂന്നാമത്തെ കുഞ്ഞു പിറന്നത്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി പെടാപ്പാട് പെടുന്ന ഈ സമയത്ത് ഒരു കുഞ്ഞുകൂടി വേണമെന്ന് വാസ്തവത്തിൽ അയാൾക്ക് ആഗ്രഹമില്ലായിരുന്നു. ഫെബ്രുവരി 28 രാത്രി 9:45 വീട്ടുജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ ശൈലജ തൊട്ടിലിൽ കണ്ടത് ചലനമില്ലാതെ കിടക്കുന്ന തന്റെ പൊന്നോമനയെയാണ്. കുഞ്ഞിന്റെ ആരോഗ്യം വഷളായെന്നും വിളിച്ചിട്ട് അനക്കമില്ലെന്നും അയാൾ ഭാര്യയോട് പറഞ്ഞു. അങ്ങനെ അച്ഛനും അമ്മയും ചേർന്ന് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതക സാധ്യത കണ്ടതോടെ ആ അമ്മയ്ക്ക് വല്ലാത്ത സംശയമായി. അച്ഛൻ വീട്ടിലുണ്ടായിരിക്കെ പുറത്തുനിന്നാരും വീട്ടിലെത്തുവാൻ വഴിയില്ലെന്ന് അവൾ ഉറപ്പിച്ചു. കുട്ടിയുടെ ജനനം മുതൽ ഭർത്താവ് അസന്തുഷ്ടനായിരുന്നുവെന്ന് ശൈലജ പോലീസിന് മൊഴി നൽകുകയും ചെയ്തു. അങ്ങനെയാണ് ആ അച്ഛനെ പോലീസ് ചോദ്യം ചെയ്തത്. ഒടുവിൽ അയാൾ എല്ലാം തുറന്നു പറഞ്ഞു. 4 മാസം പ്രായമായ പെൺകുഞ്ഞിനെ താൻ തന്നെയാണ് കയറുപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊന്നത്. സഞ്ജയ് കുറ്റം ഏറ്റുപറഞ്ഞു. മൂന്നാമതും കുഞ്ഞായതോടെ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന സഞ്ജയ് സാമ്പത്തികാവസ്ഥയെപ്പറ്റി വല്ലാതെ ആശങ്കപ്പെട്ടിരുന്നു. ഇക്കാര്യം പറഞ്ഞ് ഭാര്യയുമായി അയാൾ വഴക്കിടുന്നതും പതിവായിരുന്നു. ശൈലജ വീട്ടിലില്ലായിരിക്കെ തന്ത്രപൂർവ്വം സ്വന്തം ചോരയിൽ പിറന്ന പിഞ്ചു കുഞ്ഞിനെ അയാൾ കൊല്ലുകയായിരുന്നു. പ്രതിയെ മാർച്ച് 7 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്.